ആൻഡ്രയുടെ ഇന്റർവ്യൂസ് ആണ്. അപ്പൊ അതുകൊണ്ട് വിശ്വ മൂവിയുടെ ഹീറോ ഹീറോ ആക്ഷൻ കിങ് അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം വിശ്വസേന സുഹൃത്തുക്കളെ, എന്നോടൊപ്പം ഇവിടെ വന്നിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരെ, ഇങ്ങനെയൊരു വൈകുന്നേരമല്ല ഒരു ആഫ്റ്റർനൂൺ നിങ്ങൾ സമ്മാനിച്ചത് ഇത്രയും സ്നേഹനിർഭരമായ ഒരുപാട് കൈയടികളും പൊട്ടിച്ചിരികളും സന്തോഷം കൊണ്ട് നമ്മളെ വീർപ്പുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ ഈ ഭീഷ്മർ എന്ന സിനിമയുടെ തുടക്കത്തിലുള്ള ഏറ്റവും വലിയ അംഗീകാരമായി കണക്കാക്കുന്നു. അതിന് കാരണക്കാരായ നമ്മളെല്ലാം എനിക്ക് നിർത്താൻ ചെയ്യാത്ത നന്ദി കടപ്പാടുമുണ്ട്. ഭീഷ്മരെ കുറിച്ച് പറയുകയാണെന്നുള്ളത് ഈ ഏപ്രിൽ 20 അത് റിലീസ് ചെയ്യപ്പെടുകയാണ്. എനിക്ക് പ്രത്യേകിച്ച് അവകാശവാദങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തിനോടും കാണിക്കുന്ന ആത്മാർത്ഥത ഈ സിനിമയോടും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അത് ഈ ആസ്വാദകരുടെ ഒരു വിലയിരുത്തലാണ് ഈ അതിൻ്റെ അൾട്ടിമേറ്റായിട്ടുള്ള ഒരു എന്താ പറയുന്നത് അതിൻ്റെ ഒരു അംഗീകാരം. അപ്പോൾ അത് ഏത് രീതിയിൽ ആകും എന്നത് കാത്തിരിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ചെയ്യാൻ കഴിയാവുന്നത് 101% ഞാൻ ചെയ്തിട്ടുണ്ട്. തികഞ്ഞ ആത്മാർത്ഥതയോടെ കഠിന പ്രയത്നം എല്ലാം അതിൻ്റെ പിന്നിലുണ്ട്. എൻ്റെ മനസ്സും ശരീരവും ചിന്തകളും എല്ലാം അർപ്പിച്ചാണ് ഞാൻ ഈ പ്രയത്നമായി മുന്നോട്ട് പോകുന്നത്. ഈ നിമിഷം വരെ കഥ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ സിനിമ ഒരു വിജയം ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ളവരെല്ലാം തിയേറ്ററിൽ പോയി സിനിമ ആദ്യമേ തന്നെ കാണണം. അങ്ങനെ ഒരു നല്ല മനസ്സ് നമുക്ക് ഉണ്ടാകണം എന്ന് ഞാൻ ആത്മാർത്ഥമായി അപേക്ഷിക്കുകയാണ്. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് ഞാൻ ഈ കോളേജിൽ അല്ലേ വന്നിട്ടില്ലല്ലോ. ഇവിടെ ഇല്ല. ഒരു 2017 കല്യാണം കഴിച്ചു. 19 മകളുണ്ടായി. അതൊരു പെൺകുട്ടിയാണ്. അപ്പം ഒരു പെൺകുഞ്ഞുണ്ടായതിനു ശേഷം എനിക്ക് വന്ന പരിവർത്തനം വളരെ വലുതാണ്. ആ പരിവർത്തനം എന്നെ എൻ്റെ പഴങ്കഥകൾ അല്ലെങ്കിൽ പഴയ ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ഒരു പെൺകുട്ടി ജനിച്ചതോടുകൂടി. അപ്പൊ ഇവിടെ നിൽക്കുന്ന ഞാനൊരു പുതിയ മനുഷ്യനാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഉണ്ടില്ലാതെ പോലെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അങ്ങനെ വന്ന് ഞാൻ നിന്നേനെ. യാതൊരു നാമവും മാനമില്ലാതെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്നേനെ. നീ ആവശ്യത്തിന് വെള്ളം കുടിച്ചോ? സാറ് നിനക്ക് തന്നെ കൊട്ടേഷനാണ്. വൈകി വന്നല്ലേ. ഒരുപാട് സന്തോഷം. പണ്ട് ഞങ്ങളുടെ ഒരു ചെറിയ സിനിമയുടെ ട്രെയിലർ ലോഞ്ചുമായി ബന്ധപ്പെട്ട് ഇവിടെ വരാൻ കഴിഞ്ഞാൽ അത് തന്നെ സന്തോഷം. ഇതുപോലുള്ള കോളേജുകളിൽ വരുന്നതിന്റെ പ്രധാന കാരണം നിങ്ങൾ ഈ ട്രെയിലർ ലോഞ്ചിനപ്പുറത്തേക്ക് നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. കാണോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഒരു കുഞ്ഞു സിനിമയാണ്. അത്യാവശ്യം ചിരിക്കാനൊക്കെ ഉണ്ട്. ഒരു ഫൺ ഫിലിം, എന്റർടൈനർ ആയിരിക്കും. അപ്പോൾ ജോസഫൈസ് എല്ലാവരും പോയി കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്ന് ഇഷ്ടപ്പെടും ബാക്കിയുള്ളവരെയൊക്കെ അറിയിക്കുക. ഒരുപാട് സന്തോഷം. താങ്ക് യു. പണ്ട് ഞാൻ കോളേജ് സ്കൂൾ കാല സമയത്തൊക്കെ പണ്ട് പടർന്നിരുന്ന ഒരു ഡയലോഗുണ്ട്.
അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന കുട്ടിയോട് പറയുന്ന ഒരു സാധനം, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എക്സെപ്റ്റ് യു. അതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കുകയാണ്, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എക്സെപ്റ്റ് സെന്റ് ജോസഫ് റൈറ്റ്സ്. താങ്ക് യു. മൈക്കിലും ധ്യാൻചന്ദ് ഒരു ഹരമാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കുടിച്ചോ, കാരണം നമ്മളൊരു പാട്ട് പാടാനായിട്ട് പോവുകയാണ് അല്ലേ? കാരണം ഒരു ഇന്റർവ്യൂസിലും അല്ലെങ്കിൽ ഒരു ട്രെയിലർ ലോഞ്ചിലും അല്ലെങ്കിൽ ധ്യാൻചന്ദ് പ്രത്യക്ഷപ്പെടുന്ന എവിടെയും നമ്മൾ മിസ്സാകാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ധ്യാൻചന്ദ് പാട്ട്. ഇവിടെ വന്ന് അങ്ങ് അറ്റത്ത് നിന്ന് ഏതോ കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ധ്യാൻചന്ദ് കൊണ്ട് ഓ നരൻ ഓഹോ നരൻ എന്ന് പറയുന്ന പാട്ട് പാടിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ധ്യാൻചേട്ടൻ ആ പാട്ടിൻ്റെ നന്നായിട്ട് പാടുന്ന ഒത്തിരി നല്ല പാട്ടുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പാട്ടിനോട് ഒരു പ്രസക്തിയില്ല. ഞങ്ങള് സിനിമയിലെ പാട്ട് അത് ഇവിടെ രണ്ടുപേരും പാടും. ഓഫ് കോഴ്സ് ആ പാട്ട് എനിക്ക് തോന്നുന്നു വിഷ്ണുചേട്ടൻ കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ഭീഷ്മയിൽ ഒരു ഗാനം രണ്ടുപേരും കൂടി ആലപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ധ്യാൻചേട്ടൻ്റെ കൂടെ ഇവിടെ എല്ലാവരും പാടുന്ന കാണാം. അപ്പൊ എല്ലാവരും കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് പാടിയാലോ? ആ കോറസ് ലീഡ് സിംഗർ, എല്ലാത്തിനും ലീഡ് സിംഗർ ആൻഡ് കോറസ്. ഉണ്ണിച്ചാല് ഇത് വരുന്നോ? കം ഓൺ ജോയിൻ എല്ലാവരും കൂടെ പാടുന്നുണ്ട്. ട്രാക്ക് ഇടാം. യെസ്. അപ്പം ഇവിടെ അപ്പൊ എന്തായാലും ഇവര് നമ്മുടെ ഭീഷ്മ മൂവിയിലെ ട്രാക്ക് തന്നെ പാടാനായിട്ട് പോവുകയാണ്. എന്നാൽ പോലും ധ്യാൻചേട്ടാ എന്തോ രഞ്ജൻ ചേട്ടൻ മൈക്ക് കഴുകുന്നതായിരിക്കും. ഇത് രണ്ടുപേരും പോകുന്നേരം ആർക്കെങ്കിലും പോകുന്നേരം അല്ലെങ്കിൽ ഞാൻ ധ്യാൻചേട്ടനോട് ചോദിക്കണമെന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇപ്പൊ ചാഞ്ചേട്ടൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞു, ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്. ബട്ട് സ്റ്റിൽ ഞാൻ ചോദിക്കുകയാണ്, കൊണ്ട് മാടി വിളിച്ച എന്നെക്കാളും ഓക്കെ ഒന്നില്ലായിരുന്നു. ഒന്ന് വെറുതെ ഇല്ല വരില്ല. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. അപ്പം രണ്ടുപേരും പാടാവോ ഞങ്ങൾക്ക് വേണ്ടി? കുട്ടീനെ കിട്ടില്ലല്ലോ ചേട്ടാ, അറിയാഞ്ഞിട്ടല്ല. അതെ, താല്പര്യമില്ല. വരില്ല വായിക്കും. അല്ല, അതുകൊണ്ട് എനിക്ക് ബാക്കി പാടാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു രണ്ടുപേര് ഞാൻ ചേട്ടൻ. ഈ നരൻ ആക്ച്വലി ഭയങ്കര എളുപ്പമാണ് പാടാൻ. തെളിയിച്ച എല്ലാം പാടി, വിഷ്ണു പാടി, ജിബിൻ പാടി, ഉണ്ണിച്ചേട്ടൻ പാടി, ഉണ്ണിലാലും പാടപ്പോ നരൻ. അതെ എങ്ങനെ തുടങ്ങുന്ന നമ്മളെ സിനിമയിലെ
കെട്ടി വരുന്നുണ്ടേ കെട്ടി കൂടെ നടക്കുന്നേ കൂടെ നടക്കുന്നേ കൂടെ നടക്കുന്നേ Thank you so much, Vishnu and entire team. നന്ദി. ഇനി ധ്യാൻചേട്ട പോലെ ഇനി ഞാൻ പേടിപ്പിക്കില്ല, ബട്ട് സ്റ്റിൽ ധ്യാൻചേട്ടൻ നമ്മൾ ടോക്കൺ ഓഫ് ലവ് നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കാത്ത ഒരേ ഒരു കാര്യം അത് നമ്മുടെ സമയമാണ്. നമ്മുടെ കുട്ടികൾ സമയമെടുത്ത് ധ്യാൻചേട്ടന് വേണ്ടി നൽകുന്ന 3 ഗിഫ്റ്റ്സ് ആണെന്ന് ധ്യാൻചേട്ടനെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ ധ്യാൻചേട്ടനുള്ള സമ്മാനം ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഇയർ ഫിസിക്സിലെ മാളവികയാണ്. മാളവിക, പ്ലീസ് to the stage. Yes. ധ്യാൻചേട്ടൻ ഒത്തിരി സന്തോഷത്തോടു കൂടി മാളവിക ചിത്രം വെരി ബിലവഡ് റെസ്പെക്റ്റഡ് ശ്രീനിവാസൻ സാറും ധ്യാൻചേട്ടൻ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിലെ റാനിയ കൂടെ ധ്യാൻചേട്ടൻ ഒരു സമ്മാനം നൽകുന്നു. With lots of love, Rani and on to the stage. And another also to ധ്യാൻചേട്ടൻ and Srinivasan sir. Last but not the least, ഒരു സമ്മാനം കൂടെ ഒരു ഫ്രെയിം അല്ല, അതൊരു ആൽബം തന്നെയാണ് made by ദേവനന്ദ of Costume and Fashion Designing Department. അതൊരു ഹാൻഡ് മെയ്ഡ് ആൽബമാണ്. എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 6 to 7 വർക്കിംഗ് അവേഴ്സിൽ ദേവനന്ദ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ആൽബമാണ് ധ്യാൻചേട്ടന് വേണ്ടി സ്പെഷ്യലി നൽകിയിരിക്കുന്നത്. അതുപോലെ ധ്യാൻചേട്ടൻ്റെ ഒത്തിരി മികച്ച മൂവീസ് മുതൽ ഒരു കംപ്ലീറ്റ് ജേർണി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ദേവനന്ദ ചെയ്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ദേവനന്ദ, റാനിയ, അതുപോലെ മാളവിക. എനിക്ക് അച്ഛൻ അങ്ങനെ കാണാൻ ഇഷ്ടമുള്ളൂ. വെരി സ്വീറ്റ്. ദേവനന്ദയ്ക്ക് ഒത്തിരി നന്ദി. ആൻഡ് ഇനി നമ്മളോട് വിഷ്ണു സിനിമയെ പറ്റി സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വിഷ്ണു ചേട്ടൻ സ്റ്റേജ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ വിഷ്ണു
ചേട്ടാ തിരക്കിലാണ് അല്ലേ? നമസ്കാരം. തിരക്ക് തന്നെയാണല്ലേ എന്ന് ചോദിച്ചതാണ്. യെസ്, ബേബിക്കും 3 മക്കൾക്കും വിനായകൻ അല്ലേ, അങ്ങനെ 3 ആൺമക്കളാണ് വിഷ്ണു ചേട്ടനുള്ളത്. 3 പേര് സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇനി ഭീഷ്മ മൂവിയെ പറ്റി. അല്ല, ഞാൻ ഇത്രയും ആൾക്കാരെ കണ്ട് അത് മറന്നിരിക്കുമായിരുന്നു. സോറി, മൈ മിസ്റ്റേക്ക്. എന്തായാലും ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് ഈ കോളേജിൽ വരുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ വളരെ ഭാഗ്യം ചെയ്തവരാണ്. നേരത്തെ ഈ കുട്ടി പറഞ്ഞ പോലെ രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾക്കുള്ള പോസിറ്റീവ് വൈബ് ധ്യാൻചാൻ്റെ ഇന്റർവ്യൂ കണ്ടുകൊണ്ട് തുടങ്ങാൻ പറ്റുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷം. എന്താ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. എനിക്കൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ധ്യാനോടുകൂടെ ഈ സിനിമയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരുപാട് തിരിച്ചറിവുകൾ, ഒരുപാട് ഉപദേശങ്ങൾ, ജീവിതത്തെ കാണേണ്ട കാഴ്ചപ്പാടിനെ കുറിച്ചുള്ള ഒരുപാട് പുള്ളിയുടെ നിലപാടുകൾ, വീക്ഷണങ്ങൾ, ഇതൊക്കെ എന്നിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കാര്യമൊക്കെ. അപ്പൊ അതിപ്പോഴേ ഈ പ്രായത്തിലെ നിങ്ങൾക്കൊക്കെ അത് അറിയാൻ പറ്റുന്നു എന്നുള്ളത് വളരെ നല്ലതാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. ഒപ്പം ഞങ്ങളുടെ ഈ സിനിമ എല്ലാവരും പോയി കാണണം. ഇത് ഞങ്ങളുടെ ഇടയിൽ ഭയങ്കര ഫണ്ണായിരുന്നു ഷൂട്ടിന്റെ സമയത്ത്. അതിന്റെ ഒരു രസം, ആ ഒരു രസച്ചരട് ഈ സിനിമയിൽ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഭീഷ്മർ പോയി കാണണം. കാണൂലേ? അത് മതി. വേറെ എന്തെങ്കിലും ചോദിക്കാട്ടോ? നമ്മളൊരു ഇന്ററാക്ഷൻ സെഷൻ ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും 2 വാക്ക് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചോ. അതേപോലെ ഇവിടുന്ന് പലരും അങ്ങോട്ട് ചോദിക്കും. ഉള്ളിലാലും ഒക്കെ പലരോടും നമ്പർ ചോദിക്കും. ആരും കൊടുക്കരുത്. നിങ്ങൾക്ക് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഓക്കെ. ഉണ്ണിച്ചേട്ടൻ വരുന്നത് കൊണ്ട് ഇവിടെ എല്ലാവരും നമ്പർ വിറ്റ് പേപ്പറിലായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. ചിലപ്പോൾ പോകുമ്പോൾ പോക്കറ്റിലോ അല്ലെങ്കിൽ ഷർട്ടിലോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്നലെ ഞങ്ങൾ ഇന്റർവ്യൂ എടുത്തപ്പോൾ ഇതേപോലെ ഉണ്ണീനെ കുറെ കളിയാക്കി. അപ്പൊ ഉണ്ണി ഉണ്ടായിരുന്നില്ല. ഉണ്ണി എന്നെ രാത്രി വിളിച്ചെന്ന് ചോദിച്ചു, എന്ത് പരിപാടിയാണ് ബ്രോ, ഇന്റർവ്യൂ കാണുന്നവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, എന്റെ ഭാര്യയൊക്കെ എന്ത് വിചാരിക്കും? ഞാൻ പറയണത് കുഴപ്പമില്ല. ധ്യാൻ ചേട്ടൻ ഇങ്ങനെ വായി തോന്നുന്നതൊക്കെ പറയും. പുള്ളിക്ക് അതിനൊരു ലൈസൻസ് ഉണ്ട്. പുള്ളി പറയുന്ന ആൾക്കാർ ആ സെൻസിൽ എടുക്കുള്ളൂ. പക്ഷെ അതിനുശേഷം ഞങ്ങൾ പറഞ്ഞത് ആൾക്കാർ സീരിയസ് ആയിട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിച്ചോളോട് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. യെസ്, അപ്പൊ ഈ ഭീഷ്മയിൽ അങ്ങോട്ട് ഒത്തിരി നല്ല മധുരമുള്ള ഓർമ്മകൾ ഉണ്ടായിരിക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, സോറി ബിലേറ്റഡ് ബർത്ത്ഡേ വിഷ്ണു ചേട്ടൻ. ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ. നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാം. അതുപോലെ താങ്ക് യു. ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയി. അല്ല, ഇന്നലെ ആയിരുന്നു ഫംഗ്ഷനെങ്കിൽ ഞാൻ ചിലപ്പോൾ പ്രതീക്ഷിച്ചായിരുന്നു. ഇന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ണിച്ചേട്ടന്റെ ഇന്നലത്തെ ബർത്ത്ഡേ നമ്മൾ ഇന്ന് ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. ധ്യാൻചേട്ടൻ ഷുഗർ കട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ ആർക്കും കൊടുക്കണ്ട, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറയാൻ പറഞ്ഞിരുന്നു. ഇത് ആക്ച്വലി ഞാൻ വളരെ റാൻഡമായിട്ട് വിഷ്ണു ചേട്ടൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള കലാമണ്ഡലം വൈശാഖിന്റെ സ്റ്റോറി കണ്ടപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ഓക്കെ വിഷ്ണു ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്, ഞങ്ങളാണെങ്കിൽ നാളെ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ. അപ്പോൾ വൈശാഖിൽ നിന്നാണ് ഈ ബർത്ത്ഡേ സർപ്രൈസിന്റെ തുടക്കം. താങ്ക്സ് ടു വൈശാഖൻ ഫോർ ഷെയറിംഗ്. അപ്പോൾ ഈ ബിലേറ്റഡ് ബർത്ത്ഡേ പറഞ്ഞ സ്ഥിതിക്ക് വിജയേട്ടന്റെ ബർത്ത്ഡേ കഴിഞ്ഞ ആഴ്ചയായിരുന്നു. വിജയേട്ടനും കൂടി ഒരു ബിലേറ്റഡ് ബർത്ത്ഡേ വിഷ് എല്ലാവരും ഒരു കൈകളോട് കൊടുക്കാനാണ്. വെരി ഹാപ്പി ബിലേറ്റഡ് ബർത്ത്ഡേ ടു our dearest വിജയൻ സർ. ഉണ്ണിച്ചേട്ടൻ്റെ ബർത്ത്ഡേ നാളെയാണോ? ഓക്കെ, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ടു ഉണ്ണിച്ചേട്ടാ, ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ ട്രെയിലർ കാണാനായിട്ട് പോകുന്നു.
very beautiful lady, a very inspiring lady. Pooja Shashi. Thank you. Hello, Josephites. What energy? സാധാരണ നമ്മൾ മിക്സഡ് കോളേജിൽ പോയാൽ ഈ എനർജി ഉണ്ടാവില്ല. കോളേജിൽ വരുമ്പോഴാണ് ആ ട്രൂ എനർജി, ആ ഡാൻസ്, ഐ റിയലി ഫീൽ ഓണർ വെൻ ഐ കം ഹിയർ ബിക്കോസ് ഇതിപ്പോൾ എൻ്റെ ഐ തിങ്ക് മാം പറഞ്ഞിട്ട് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഇവിടെ വരുന്നത്. ഒരു പ്രീവിയസ് ഞാൻ ഇവിടെ വന്നത് സിനിമയുടെ ഷൂട്ടിലായിരുന്നു. ജാനകി വേഴ്സസ് തെരു കേരള എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിലാണ് ഞാൻ ഇവിടെ വന്നത്. അതിന് മുന്നേ വേറെ ഒരു പ്രോഗ്രാമിനായിട്ട് വന്നു. സോ ഇറ്റ്സ് മൈ തേർഡ് ടൈം ഹിയർ. സോ ഹാപ്പി ടു ബി ഹിയർ. ഇപ്പോൾ ഭീഷ്മർ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ആണ്. സോ ആസ് എവറി ഫിലിം ദാറ്റ് റിലീസസ് എപ്പോഴും നമ്മുടെ മനസ്സിലൊരു ടെൻഷനാണ്. എങ്ങനെ ഉണ്ടാവും, ഹൗ വിൽ പീപ്പിൾ പെർസീവ് ഇറ്റ്, എങ്ങനെ ഉണ്ടാവും. ഞാൻ ട്രെയിലർ കണ്ടിട്ടില്ല. സോ ഐ ബി വാച്ചിങ് ഇറ്റ് വിത്ത് യു ഗൈസ്. എല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കും നമ്മൾ കാണാം. സോ ഐ ഹോപ്പ് യു ഓൾ എൻജോയ് the trailer and you will watch the movie. എല്ലാവരും സിനിമ കാണുമെന്ന് വിചാരിക്കുന്നു. And always keep smiling girls. Amazing energy and I hope I get to see you again soon. Alright. മലയാള സിനിമയിലെ വിശേഷങ്ങളെ പറ്റി, ഭീഷ്മറിനെ പറ്റി ഞങ്ങളോട് പ്ലീസ്. മലയാളം മനസ്സിലാവില്ല, സോ വി ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നല്ല ഭംഗിയുണ്ട്. I don't know if I'm speaking right, but I am very happy to be here. I'm so happy to see all the happy faces cheering up, dancing, being so energetic. It's so nice. So it's also my first time going to watch the trailer today, and I hope you like it and go visit the theaters and watch Bhishma. Thank you so much. Thank you dear. എല്ലാവർക്കും നമസ്കാരം. ഈസ്റ്റ് കോസ്റ്റിൻ്റെ യാത്ര തുടങ്ങിയിട്ട് 30 വർഷമായി. ഞാനും യാത്ര തുടങ്ങിയിട്ട് 30 വർഷമായി. സിനിമാ രംഗത്ത് ഒരുപാട് വേദികൾ, സ്റ്റേജ് പ്രോഗ്രാമുകളോട് ഒരുപാട് കൊതിച്ച ഒരു വേദിയായിരുന്നു ഈസ്റ്റ് കോസ്റ്റ്. പക്ഷെ അതിനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമയിലാണ് എനിക്ക് അഭിനയിക്കാൻ ഭാഗ്യം ഉണ്ടായത്. ഈ സിനിമ കൊണ്ട് ഏറ്റവും വലിയ ഹാപ്പി എന്ന് പറയുന്നത് ഏറ്റവും വലിയ സൗഹൃദം ഉണ്ടായി എന്നതാണ് ഏറ്റവും വലിയ ടീം. എല്ലാവരും ഒരേ മാനസികമായ അടുപ്പമുള്ള ഒരു കൂട്ടം സുഹൃത്തുക്കളെ ഒന്നിച്ചിരിക്കും. ഇവിടെ വന്നപ്പോൾ കിട്ടിയ ഒരു ഏറ്റവും വലിയ സംഭവം, ഒരു സിനിമ സക്സസ് ആയ രീതിയിലുള്ള ഒരു എനർജി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ്. ഏറ്റവും നല്ല എനർജിയുള്ള കോളേജ് എനിക്ക് ഫീൽ ചെയ്തതാണ്. താങ്ക് യു സോ മച്ച്. സിനിമയ്ക്ക് ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ PSC എക്സാം എഴുതാനല്ലാതെ ഒരുപാട് സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഗസ്റ്റായിട്ടൊക്കെ അവസരം കിട്ടി പോകലാണ്. അപ്പം അതിൻ്റെ നന്ദി എല്ലാവരെയും അറിയിക്കുകയാണ്. പിന്നെ എൻ്റെ കഴിഞ്ഞ 2 സിനിമകളും സൂപ്പർ ഹിറ്റാണ്. അപ്പോൾ അടുത്ത് എൻ്റെ റിലീസ് പറയുന്നത് ഭീഷ്മറാണ്. അതിവിടെ പറയണം. ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ പടത്തിൽ നമുക്കൊരു മൂന്നല്ല, ഇടയ്ക്ക് പപ്പ ഉണ്ടായിരുന്നു പ്രസവം. അല്ല, അതിൽ നമ്മൾ ഹാപ്പി ആയിരുന്നു. അപ്പോൾ അല്ല എത്തിയാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ സിനിമയ്ക്ക് എല്ലാ പിന്തുണയും നിങ്ങളെല്ലാം തിയേറ്ററിൽ വന്നത് ഈ കയ്യടിയായിട്ട് മാറ്റി ഞങ്ങളെ വിജയിപ്പിക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. എല്ലാ സുന്ദരികൾക്കും നമസ്കാരം. എനിക്കറിയാം, അത് പറഞ്ഞാലേ കയ്യടി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം അങ്ങനെയാണ് തുടങ്ങിയത്. ഭീഷ്മർ എന്ന സിനിമ ഈ വരുന്ന മാർച്ച് 20 റിലീസാണ്. അതിൻ്റെ ട്രെയിലർ ലോഞ്ചുമായിട്ടാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സിനിമ പോയി തിയേറ്ററിൽ പോയി തന്നെ കാണുമല്ലോ എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു. പഠിക്കുക, ജീവിതത്തിൽ വിജയിക്കുക. ഓക്കെ. പിന്നെ ഇവരെല്ലാവരും ഉള്ളിലാരും കളിയാക്കും. പക്ഷെ ഞാൻ കളിയാക്കാത്ത മറ്റൊന്നുമല്ല, അദ്ദേഹം കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അദ്ദേഹത്തെ ഇങ്ങനെ ട്രോളരുത്. അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതത്തിനും ജീവിത വിജയത്തിനും എല്ലാ ആശംസകളും ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് അഖില. ഇവരെല്ലാവർക്കും അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ പ്രത്യേകം കയ്യടി നൽകണം. നല്ലൊരു കയ്യടി നൽകാം പ്ലീസ്. ഇനി ഞാൻ വീട്ടിലേക്ക് ഇതിനെപ്പറ്റി 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം.
വിജയിച്ചൻ എന്തെങ്കിലും എന്തോ പറയാനായിട്ട് തോന്നുന്നു. മൈക്ക് കൊടുക്കണോ? അല്ല, അല്ല അത് ഞാൻ പറഞ്ഞോളൂ. ഓക്കെ. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. എല്ലാവരും വന്നപ്പോൾ തുടങ്ങിയ ഉണ്ണിലാലുവിൻ്റെ മേത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് എൻ്റെ കാല് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അളിയനെങ്കിലും എൻ്റെ പൊങ്ങി പറയണം. അതുകൊണ്ട് പാവത്തിന് ഞാൻ വിടുന്നു. ആദ്യമായിട്ടല്ല, രണ്ടാമതായിട്ടാണ് ഇങ്ങനൊരു ലേഡീസ് മാത്രം പഠിക്കുന്ന ഒരു കോളേജിൽ വരുന്നത്. ആദ്യം പോയത് സെൻറ്റ് തെരേസസ് കോളേജിലായിരുന്നു. അവിടുത്തെ എനർജി കണ്ടപ്പോൾ ജീവിതത്തിൽ ഇനി സ്ത്രീകൾ മാത്രം പഠിക്കുന്ന കോളേജിൽ പോകില്ല എന്ന് വിചാരിച്ചാൽ ഭയങ്കര എനർജിയും ഭയങ്കര സംഭവമായിരുന്നു. പക്ഷെ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു കോളേജാണ്. വളരെ നല്ല ഓഡിയൻസ്, എല്ലാ തരത്തിലും ഞങ്ങളോട് സഹായിക്കുന്ന ഓഡിയൻസാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഭീഷ്മം ടീമിൻ്റെ നന്ദി ആദ്യമായി അറിയുകയാണ്. ഒപ്പം ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. പരീക്ഷയ്ക്കാരുടെ പാട്ട് നടന്നോളും, നിങ്ങളതൊന്നും കാര്യമാക്കണ്ട, സിനിമ പോയി കാണുക. പിന്നെ സാറെന്നോട് പ്രത്യേകം പറയാൻ പറഞ്ഞു, ഇതിനകത്ത് ധ്യാൻ ശ്രീനിവാസനും വിഷ്ണു ഉണ്ണികൃഷ്ണൻ മാത്രമല്ല, ഞങ്ങൾ കോറസ് പറയുന്നുണ്ട്. അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ഈ സിനിമയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ആ പാട്ട് സത്യം പറഞ്ഞാൽ ആ പാട്ട് പാടാനുള്ള അവസരം എന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാൻ വീട്ടിൽ സാറ് എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഇങ്ങനെ ഒരു പാട്ട് പാടണം. ഞാൻ കെട്ടിപ്പോയി. പാട്ട് സാറ് കോറസല്ല, സിംഗിളായിട്ടൊരു പാട്ട് പാടണം. അപ്പം ഞാനൊന്നും അഭിമാനിച്ചില്ല. കാരണം ഒരു സിനിമയിൽ പാടാൻ കിട്ടുക എന്നുള്ളൊരു ഭാഗ്യമുള്ളൂ. അപ്പോഴാണ് സാറിൻ്റെ അടുത്ത ഡയലോഗ്, അതൊരു അലമ്പായിട്ട് പാടണം. സാധാരണ അലമ്പ് പാടുന്ന വേറെ ആരും കണ്ടില്ല. അതുകൊണ്ടാണ് ബിനുവിനോട് പറഞ്ഞത്, ഒരു അലമ്പ് പാട്ടാണ് അത് ബിനുവിന് മാത്രമേ പാടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വന്ന് നല്ല അലമ്പായിട്ട് പാട്ട് പാടി. പക്ഷേ അതിനകത്തൊരു സംഭവം ഉണ്ടായി. പാട്ട് പാടി പുറത്ത് വന്നപ്പോൾ പുറത്ത് കോരിച്ചിരുന്ന മഴ. സത്യമല്ലേ? കറക്റ്റാണ്. അത് നല്ല വെയിലുള്ള സമയമായിരുന്നു. പക്ഷെ ഞാൻ പാടി കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ മഴ. അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. അപ്പോൾ എല്ലാവരും സിനിമ പ്രാർത്ഥിക്കുക, സിനിമ കാണുക, പ്രോത്സാഹിക്കുക. ബിൻഷേട്ടാണോ ഞങ്ങൾക്ക് വേണ്ടി പ്ലീസ് ഇറങ്ങിച്ചെല്ലാമോ? രണ്ടുപേരും ഓൾറെഡി പറഞ്ഞില്ല അലമ്പാണെന്ന്. മഴ പെയ്യോ? ആദ്യം നോർമൽ പാട്ടായിരുന്നു. ഇത് പാടി കഴിഞ്ഞപ്പോഴാണ് സാറിന് അലമ്പ് പാട്ടെന്ന് പേരിട്ടു. അപ്പൊ ഇനി നമ്മൾ റിലീസ് വരുമ്പോൾ അലമ്പ പാട്ടമായി വെരി ബ്യൂട്ടിഫുൾ. കയ്യിലിരിപ്പുകൊണ്ടാണോ കയ്യിലിങ്ങനെ ഇരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് സ്റ്റിൽ ഉണ്ണിച്ചേട്ടൻ്റെ കയ്യിലൊരു കെട്ടൊക്കെ ഉണ്ട്. സത്യം പറയാലോ, ഇവരെല്ലാവരും പറഞ്ഞ് എനിക്ക് കൺഫ്യൂഷനായി. ഇത് ശരിക്കും മാരീഡ് ആണോ എന്ന് ഞാൻ ഗൂഗിളൊക്കെ എടുത്ത് വെച്ച് നോക്കുമായിരുന്നു. ചെറിയൊരു കൺഫ്യൂഷൻ കൊണ്ട് ശരിക്കും മാരീഡ് ആണോ? ആണ്. പക്ഷെ ഗൂഗിൾ പറഞ്ഞില്ല. ഓക്കെ. പിന്നെ സത്യം പറഞ്ഞാൽ കുറെ പരിപാടിയൊക്കെ പറയാൻ വേണ്ടി പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റൊക്കെ പ്ലാൻ ചെയ്ത് വന്നായിരുന്നു. എന്നെ നശിപ്പിച്ച് കളഞ്ഞു എല്ലാവരും. അപ്പോൾ പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഈ സിനിമയിൽ ഞാനൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങൾ കണ്ടത് വളർന്നു വരുന്ന കലാകാരന്മാരെ പണ്ടൊക്കെ സിനിമയിൽ അടിച്ചു താഴ്ത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതാണ് ഇവിടുത്തെ സീനിയർ നടന്മാരായ മിസ്റ്റർ ധ്യാൻ ശ്രീനിവാസനും വിഷ്ണു ഉണ്ണികൃഷ്ണനും ഷൈൻചേട്ടനും ബാക്കി എല്ലാവരും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. പക്ഷേ ഞാൻ തളരില്ല. എനിക്ക് വലിയ ഗൈഡ് അവരെ സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ ഇവിടെ ഞാൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും കാലം ചെയ്ത പടത്തെ പോലെയല്ല, ടോട്ടലി ഒരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഒരു എന്റർടൈനർ പടമാണ്. എല്ലാവരും ഭയങ്കര ഫണ്ണായിട്ട് ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ഒരു പടമാണ്. ഈ പടം 20-ാം തീയതി റിലീസുണ്ട്. എല്ലാവരും പടം തിയേറ്ററിൽ പോയി കാണാം. പിന്നെ എന്നെ പറ്റി പല അപവാദങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും സത്യമല്ലാതെ കൂടി ഞാൻ വേദിയിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു. ഒരു റിക്വസ്റ്റ് തന്നിട്ടുണ്ട്. ഉണ്ണിച്ചേട്ടൻ വന്നപ്പോൾ ചാടിയ ചാട്ടം ഒന്നുകൂടി ചാടാമോ? ഇത് എന്റെ ജീവിതത്തിൽ ഞാനൊരു കോളേജിൽ പോയിട്ട് ചാടാൻ പോയിട്ട് നിൽക്കുന്നില്ല. രേഷ്മ ഒന്ന് ചാടാം. രേഷ്മ ആ ചാട്ടം ഒന്ന് ചാടാമോ ചേട്ടാ? അങ്ങനെ രേഷ്മത്തിന്റെ കേസ് ചുമ്മാ പറയാണ്, ചാടില്ല. റെഡി? ചാടേ? സമ്മതിച്ച് പ്രഭു. നന്ദിയുടെ